രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള ആരംഭിച്ചു. ഇന്നു മുതൽ 23 വരെയാണ് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന മേള. മേളയുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ 194 സർവീസ് സ്റ്റോറുകളും 82 കൊമേഴ്ഷ്യൽ സ്റ്റോറുകളും ഉൾപ്പെടെ ശീതീകരിച്ച 276-ലധികം സ്റ്റോളുകളാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ചതുരശ്ര അടിയിൽ ഒരുക്കിയിട്ടുള്ള പവലിയനിൽ സ്റ്റാർട്ടപ്പ് കേരളയുടെ ഭാഗമായുള്ള റോബോട്ട് ഉൾപ്പെടെ കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് ഇറക്കുന്നത്. തുടർ ഭരണമാദ്യമായിട്ടാണ് തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് എത്തുന്നത്. ചെല്ലാനമായാലും ക്യാൻസർ സെന്റർ ആയാലും മെഡിക്കൽ കോളേജ് ആയാലും ഇതെല്ലാം സാധ്യമാകുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇന്ത്യയിൽ ഒരു ജനറൽ ആശുപത്രിയിലും ഹാർട്ട് മാറ്റിവെക്കാനുള്ള സംവിധാനമില്ല. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ മേഖലയിൽ എല്ലാ തലങ്ങളിലുള്ള സൗകര്യമൊരുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 3716 കോടിയാണ് കൊച്ചി നഗരത്തിന് അനുവദിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ നമ്മൾ IKGS ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടത്തി 1,96,000 കോടി രൂപയുടെ ഏറ്റവും സമ്മിറ്റിൽ വന്നതും അതിനുശേഷം വന്നതും IT എല്ലാം കൂടുമ്പോൾ 1,96,000 കോടി രൂപ. അതിൽ മെയ് മാസത്തിൽ 13 പദ്ധതികൾ കല്ലിടുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താനും നാടിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനും പ്രതിജ്ഞാബദ്ധമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 9 വരെയാണ് മറൈൻ ഡ്രൈവിലെ മേള. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വ്യവസായ വകുപ്പ് സംരംഭകർക്കായി ഹെൽപ്പ് ലൈൻ സെന്ററും കൈത്തറി, കരകൗശലം, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രദർശനവും മേളയുടെ ആകർഷക ഘടകങ്ങളാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും പ്രശസ്ത കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഗീത സന്ധ്യകളും മേളയോടനുബന്ധിച്ചുണ്ട്. ജനം, കൊച്ചി.